എന്റെ ഇറക്കനകത്തുണ്ടാ നിനക്ക് അവനെ അങ്ങനെയാണോ വളർത്തുന്നത്? ബുദ്ധി ഇല്ലാത്തവനെ, നിനക്കൊരു ബുദ്ധി ഉണ്ടോ? അവനെ ഇങ്ങനെ ഇട്ട് വളർത്താൻ കൊള്ളാവാടാ. അതുകൊണ്ടല്ലേ അവർ ഈ ചട്ടത്തിനൊക്കെ കാണിച്ചു നോക്കുന്നത്. എനിക്ക് ബുദ്ധി ഉണ്ടോ? എന്റെ വീട്ടിൽ കയറുന്നത് എനിക്ക് ബുദ്ധി ഉണ്ടോ? നിനക്ക് ബുദ്ധിയില്ല. 2 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ പഠിച്ചോണ്ടിരിക്കുന്നവനാ ഞാൻ. എന്നെ കൊല്ലത്തുനിന്ന് എറണാകുളത്തിന് പോകാനായിട്ട് ട്രെയിനകത്ത് ടിക്കറ്റ് എടുത്ത് നൈസായിട്ട് ആരും അറിയാതെ കരുനാപ്പിള്ളങ്ങ് ഇറങ്ങി. ഇതുവരെ പിടിച്ചിട്ടില്ല എന്നെ. അത്രയും ബുദ്ധിയുള്ള എന്റെ ഒക്കെ അതൊരു ഇന്റലിജന്റ് കൗണ്ടറാ. മോനെ കൊണ്ട് വിളിക്കുന്നുണ്ടോ? എന്തോന്ന് പിന്നെ പണ്ട് സാറ്റ് കളിക്കും ഞാനും ഇവനൂടെ. എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ നിന്നിപ്പോ ബാംഗ്ലൂരിന് മുങ്ങിയ ഞാൻ ട്രെയിൻ കയറി. ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടുപിടിച്ച അത്രയും ബുദ്ധിയുള്ള എന്റെ ഒക്കെ എനിക്ക്. നിന്റെ മോൻ കാണിച്ച കാര്യം എന്താ നിനക്കറിയോ? എന്താ കാണിച്ചതാവേ? നിന്റെ മോൻ ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യ ഇവിടെ കിടന്നുറക്കുമായിരുന്നു. വെളുപ്പിനെ ഒരു 1:30. ഡയലോഗ് ഇല്ലെങ്കിൽ ആക്ഷൻ കോമഡി ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യടാ. അല്ല ഇപ്പൊ ഒരു 1:30 മണിയായപ്പോ അവളുടെ ഫോണിലോട്ട് ഒരൊച്ച വന്നു. ഞാനെടുത്ത് നോക്കിയപ്പോ നിന്റെ മോൻ ഒരു മെസ്സേജ് അവകാശിരിക്കുന്നടാ. നിന്റെ മോൻ എടാ നിന്നെ കാട്ടി മൂത്തല്ലേടാ എന്റെ ഭാര്യ. അവന്റെ തരക്കാരും പെണ്ണുങ്ങളോടല്ലേടാ അവൻ അയക്കണ്ടേ? അല്ലല്ല അവൻ അങ്ങനെ അയക്കത്തില്ല. അവൻ അയച്ചാ എടാ ഞാൻ അങ്ങനെയാണ് അവനെ വളർത്തുന്നത്. അവൻ അങ്ങനെ അയക്കത്തില്ല. നീ വളർത്തുന്നതിന്റെ ദോഷമാണ്. നീ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്ത്. എടാ എന്റെ ചെറുക്കൻ അങ്ങനെ വളർത്തുന്നത്. അവൻ അങ്ങനെ മെസ്സേജ് വായിക്കത്തില്ല. അവൻ അയച്ചിട്ടുണ്ട്. നീ വിളിക്കടാ. നീ എന്നെ അടിച്ചാടാ? അടിക്കും. പക്ഷേ നീ എന്നെ തല്ലിയ കാര്യം അവനെ ഇപ്പൊ വിളിക്കുമ്പോൾ അവനോട് അങ്ങാനും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്ലിങ്കും. അത് പറയരുത്. കേട്ടോ? അവനെ വിളിക്കാൻ ഞാൻ തന്തയുടെ കർണത്തിന് സ്ഥിരം വർക്ക് തരുന്നവനെ വാടാ. ഇന്നെ ഇന്ന് തീരുമാനമാക്കുന്ന ദിവസം. നിമ്മിയുടെ അച്ഛൻ വന്നോ? നിനക്ക് നിമ്മിയുടെ അച്ഛനായിട്ട് അറിയത്തുള്ളൂ അല്ലേ? നിമ്മിയുടെ അമ്മയുടെ ഭർത്താവും കൂടിയാണ് ഞാൻ. അത് നീ മറക്കരുത്. എന്നെ പറയണ എനിക്കൊന്നും മനസ്സിലാവില്ല. അവനൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയടാ. ഈ കണ്ടന്റ് എനിക്കറിയാം. എന്നിട്ട് പോലും നീ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പണ്ടക്കറിയാതെ ചെറുക്കൻ എന്തുവാ പറയടാ? നീ എന്റെ ഭാര്യക്ക് മെസ്സേജ് അയച്ചില്ലടാ. ഞാനോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഇതാ പറയുന്നത്, മക്കളെ വളർത്തുമ്പോ സത്യസന്ധതയോടെ വളർത്തണം. കള്ളപ്പറയാൻ പഠിപ്പിക്കരുത്. ഞാൻ കള്ളം പറയില്ല. എനിക്ക് സാധിക്കാത്തത് എങ്ങനെ ഒപ്പിച്ചടാ നമ്പർ? എന്റെ ഭാര്യ എങ്ങാനും ഇന്നലെ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ അവൾ അപ്പ് ഇവിടെ വന്നേനെ. അതിനല്ല ചോദിക്കാൻ വന്നേനെ. അങ്ങനെ നീ മെസ്സേജ് കാണില്ലേ? ഈ മെസ്സേജ് എങ്ങാനും നീ അയച്ചെങ്കിൽ 9447543896 നിന്റെ നമ്പർ. അതെന്റെ നമ്പറാ. നോക്കടാ. സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. തന്റെ മോളെ വേണം സത്യസന്ധയോട് വളർത്താൻ. എന്താ അവളുടെ നമ്പർ ചോദിച്ചാൽ അവളുടെ നമ്പർ തന്നെ, അതായത് അവളുടെ അമ്മയുടെ നമ്പർ തരരുത്. ഈ ചീത്ത വർത്താനൊക്കെ എന്തിനാ പെങ്കൊച്ചിന്റെ നമ്പർ ചോദിച്ചത്? എന്നിട്ട് പാരാത്രി എന്തിനാ മെസ്സേജ് അയച്ചത്? മേലാൽ ആവർത്തിച്ചാൽ പാപ്പുറോട് അത് ഞാൻ അയച്ച മെസ്സേജ് എന്താന്ന് ചോദിക്കും. മെസ്സേജ് പറ. അതിലൂടെ ചേർത്ത് കൊടുക്കാം. മെസ്സേജ് പറ. വേണ്ട, തങ്ങാണ് തന്തകാണ്. തന്ത താരില്ല. ഇതൊരു തന്തയ്ക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് ആവില്ല. എനിക്ക് കാണണ്ട. കാണണ്ട ഈ സൈസ്. ഞാൻ എന്താ മെസ്സേജ് അയച്ചത്? അവനടിക്ക്. ഞാൻ കാണിക്കാം. അർജന്റാന്ന്. എന്റെ 1:30 ഒരു പെങ്കൊച്ചിന് വാ മോളൂസേ അർജന്റാണ്. നിനക്കറിയോ അർജന്റായിട്ട് ഞാൻ പോലും നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത്രയ്ക്ക് ഓടി പോയിട്ട് താമസിച്ച അച്ഛനായിക്കൂടെ. വാ മോളൂസേ അർജന്റ് പാരാത്രി 1:30. ഒരു മിനിറ്റ്. എടോ മുതുപുരാന്ത, കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. ഇയാടെ മോൾ അർജന്റീന ഫാനാ. അർജന്റീന ജയിച്ചു കഴിഞ്ഞപ്പോ വാമോസ് അർജന്റീന അയച്ചതാണോ? അല്ല വാമോളൂസ് അർജന്റീന എന്നല്ല.